നമസ്തേ. പല പരിപാടികളിലുമായിരിക്കുന്ന സമയത്ത് ചില സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ചില വ്യക്തികളൊക്കെ ചോദിക്കാറുണ്ട്, ചെറുതായിട്ടൊന്ന് കഴിക്കാൻ വരുന്നോ എന്നുള്ളത്. ആ സമയത്ത് തന്നെ ഞാൻ കഴിക്കാറില്ല. നോ എന്ന് പറയുന്ന സമയത്ത് എൻ്റെ ആരോഗ്യം, എൻ്റെ മാനസികാരോഗ്യം, എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം, എൻ്റെ ബന്ധങ്ങളുടെ ആരോഗ്യം ഒരു കുഴപ്പമില്ലാതെ അവിടെ നിലനിൽക്കുകയാണ്. അങ്ങനെ കഴിച്ചതുകൊണ്ട് കിട്ടേണ്ടതായിട്ടുള്ളൊരു ബന്ധം നമുക്ക് വേണ്ട, അല്ലെങ്കിൽ അങ്ങനെയല്ല യഥാർത്ഥത്തിലുള്ള ബന്ധം എന്ന് പറയുന്നത്. കാരണം ആ കഴിക്കുന്ന സാധനം ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ മാത്രമാണത്. അത് പിന്നീട് വീണ്ടും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബന്ധങ്ങളായിട്ട് തുടരുകയും ചെയ്യും. അങ്ങനെ കഴിച്ച് നമ്മൾ മറ്റൊരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും എന്നുള്ളതാണ് ലോകത്തിൻ്റെതായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഇത് ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. നമ്മുടെ ഒക്കെ ജീവിതത്തിലേക്ക് നോക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് നോ പറയാൻ പറ്റാത്തതായിട്ടുള്ള അവസ്ഥകൾ, ആ അവസരങ്ങളിൽ നമ്മൾ നോ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് എത്രമാത്രം ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുമായിരുന്നു. നമ്മുടെ ജീവിതം ആ സമയങ്ങളിൽ, ആ വേളകളിൽ എത്രമാത്രം സ്മൂത്തായിട്ട് പോകുമായിരുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ ചില സമയത്ത് നോ പറയാൻ നമുക്ക് അറിയത്തില്ല, നമുക്ക് പറ്റാറില്ല. നമ്മുടെ ജീവിതത്തിൽ അതൊരു കനത്ത പ്രഹരമായിട്ട് മാറുകയും പിന്നീട് നമ്മൾ പെർസ്പെക്റ്റീവ് ഒന്നും കൂടി സ്പിരിച്വലി നമ്മളൊന്ന് ക്ലിയർ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും അത് ലെസൺസ് ആയിരുന്നു എന്നുള്ളത്. എൻ്റെ സോളിന് വേണ്ടിയിട്ടുള്ള ചില പാഠങ്ങൾ ഞാൻ പഠിച്ചു എന്നുള്ളത്. പക്ഷേ നമ്മുടെ ജീവിതം എന്നും ഈ പാഠം പഠിക്കൽ തന്നെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കില്ല, ഉയരില്ല എന്നുള്ളതാണ്. കാരണം എൻ്റെ ഒരു സുഹൃത്ത് പണ്ട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്, ഇതെല്ലാം ദൈവത്തിൻ്റെ പരീക്ഷണങ്ങളാണല്ലോ, ദൈവം പരീക്ഷിച്ച് അവസാനം ഞാൻ ബാക്കിയുണ്ടായാൽ മതിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ മനുഷ്യ ജീവിതം ഇങ്ങനെ പല രീതിയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇപ്പം നമ്മൾ മനഃശാസ്ത്രത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഞങ്ങൾ ട്രെയിനിങ് സെഷൻസൊക്കെ കൊടുക്കുമ്പോൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു അസേർട്ടീവ്നെസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും പെൺകുട്ടികൾക്കായിരുന്നു ആ ഒരു സെഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് യെസ് പറയേണ്ടടുത്ത് യെസ്സും നോ പറയേണ്ടടുത്ത് നോയും പറയേണ്ടതുപോലെ വിത്തൗട്ട് പാസിവിറ്റി, വിത്തൗട്ട് അഗ്രഷൻ പറയാനായിട്ട് സാധിക്കുക എന്നുള്ളത് പെൺകുട്ടികൾക്ക് മാത്രമല്ല, ഇന്നത്തെ ഒരു സൊസൈറ്റിയിലേക്ക് നോക്കുമ്പം കുട്ടികൾ എന്നുള്ളതിനപ്പുറത്തേക്ക് മുതിർന്നവർക്ക് പോലും പറ്റാത്തൊരു കാര്യമാണ് നോ പറയേണ്ടടുത്ത് നോ പറയുക എന്നുള്ളത്. അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങളുടെ ജോലി സ്ഥലമായിക്കോട്ടെ, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു സ്റ്റാൻഡ് ഉണ്ട്, ഒരു ബൗണ്ടറി ഉണ്ട്. നിങ്ങളുടെ അടുത്ത് ഇന്ന കാര്യങ്ങൾ നടക്കില്ല. കാരണം നിങ്ങളുടെ മനുഷ്യാവകാശം രക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരുപാട് ജോലിക്കാരെ ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. ഞാനും കുറച്ച് നാൾ ജോലി ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ ഏതെങ്കിലും സ്ഥാപനങ്ങളെയോ സിസ്റ്റത്തിനെയോ കുറ്റം പറയുന്നതല്ല, മറിച്ച് ഇന്ന് പല മുതലാളിമാരും ആളുകളെ ഫോഴ്സ് ചെയ്യുന്നു, നിങ്ങൾ കൂടുതൽ സമയത്ത് പണിയെടുക്കൂ എന്നുള്ളത്. നമ്മൾ ഉറങ്ങാതെ ഇരുന്ന് പണിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ പണവും ഹോസ്പിറ്റലിൽ കൊടുക്കാനാണ് എന്നുള്ളത് ഒരു വ്യക്തി പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ മനുഷ്യാവകാശം, എനിക്ക് ലീവ് എടുക്കാനുള്ള അവകാശമുണ്ടോ, എനിക്ക് റിലാക്സ് ആയിട്ടിരിക്കാനുള്ള അവകാശമുണ്ടോ? നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബമായിട്ടുള്ള സമയം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോടൊത്തുള്ള സമയം, ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ തന്നെ നമ്മൾ ആസ്വദിക്കുന്നതായിട്ടുള്ള ഏകാന്തതയുടെ ആ നിമിഷങ്ങൾ എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് നോ പറയേണ്ടടുത്ത് നോ പറയാനായിട്ട് സാധിക്കണമെന്നുള്ളതാണ്. നമ്മൾ യെസ് എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. പല സമയത്ത് നമ്മൾ യെസ് പറയാൻ പലരും മോട്ടിവേറ്റ് ചെയ്യും, പരസ്യങ്ങളിലൂടെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. നമുക്ക് ക്ലാസ് എടുക്കാൻ വന്ന ട്രെയിനർമാർ ചിലപ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. യെസ് പറയണം, അവസരങ്ങൾ കിട്ടുമ്പോൾ ചാടി കയറണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഓവർ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് പിഴിഞ്ഞെടുക്കുന്നതായിട്ടുള്ളൊരു പ്രവൃത്തിയാണത്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മനുഷ്യ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും നോ പറയേണ്ടി വരും. മനുഷ്യ അവകാശങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ അവകാശങ്ങൾ, നമ്മുടെ ആത്മീയമായിട്ടുള്ള അവകാശങ്ങൾ, നമ്മുടെ കർമ്മം നമുക്ക് കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പോകണമെങ്കിലൊക്കെ നമുക്ക് ഈ നോ പറയുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെൻ യു സ്റ്റാർട്ട് സേയിങ് നോ, യുവർ ലൈഫ് സ്റ്റാർട്ട് സേയിങ് യെസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിനോട് നോ പറയുമ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള 1000 കാര്യങ്ങളോട് ഓൾറെഡി യെസ് പറഞ്ഞു എന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇല്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ജീവിതം കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് മാറുകയാണ്. നോ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള സ്പേസ് ഉണ്ടാക്കുകയാണ്. നോ ക്രിയേറ്റ്സ് സ്പേസ് ഫോർ റൈറ്റ് തിങ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്ന സമയത്ത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സ്പേസ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നേരത്തെ പറഞ്ഞ കഴിക്കുമ്പോഴുള്ള കൂട്ടുകെട്ട്, വലിക്കുമ്പോഴുള്ള കൂട്ടുകെട്ട്, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന അവസ്ഥകളിൽ നിന്ന് നോ പറയുമ്പോൾ നമ്മൾ പല തെറ്റുകൾ നമ്മളെ തന്നെ റൂയിൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ തന്നെ നശിപ്പിക്കുന്നതായിട്ടുള്ള അവസ്ഥകളിലൊക്കെ നമ്മൾ ഒന്ന് ഒഴിവാക്കുന്ന സമയത്ത് നമുക്ക് എത്രയോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ സെൽഫ് റിഫ്ലക്ഷൻ, എൻ്റെ പേഴ്സണൽ ഗ്രോത്തിലേക്ക്
എൻ്റെ കർമ്മത്തിലെ വിജയത്തിലേക്ക്, എൻ്റെ ബിസിനസ്സിലേക്ക്, എൻ്റെ സെൽഫ് ഗ്രോത്തിലേക്ക്, എൻ്റെ തന്നെ എൻഹാൻസ്മെൻറ്റിലേക്ക്, എൻ്റെ ബന്ധങ്ങളുടെ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിലേക്ക്, ഇതിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മളവിടെ വഴി കൊടുത്തു എന്നുള്ളതാണ്. നമ്മളവിടെ യെസ് പറഞ്ഞു എന്നുള്ളതാണ്. നമുക്കത് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, സെയിങ് നോ അല്ലെങ്കിൽ നോ പറയുന്നത് റീക്ലെയിംസ് യുവർ എനർജി എന്നുള്ളത്. നിങ്ങളുടെ എനർജിയെ സേവ് ചെയ്യുകയാണ്. അനാവശ്യ മനുഷ്യരും ജോലികളും ചിന്തകളും ഒക്കെ നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള എനർജി ലീക്ക് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളോട് ഇല്ല എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഊർജം 10 മടങ്ങായിട്ട് തിരിച്ചു വരികയാണ്. എപ്പോഴാണ് നമുക്ക് ബഹുമാനം കിട്ടുന്നത്? തീർച്ചയായിട്ടും അത് നമ്മൾ ജാടയിട്ട് നടക്കുന്ന സമയത്തല്ല. ബൗണ്ടറീസ് ആണ് റെസ്പെക്റ്റിനെ അട്രാക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ സമയത്താണ് നിങ്ങൾ നിങ്ങളെ തന്നെ വില മതിക്കുന്നുണ്ട് എന്നുള്ളത് ലോകം തിരിച്ചറിയുന്നത്. നിങ്ങളൊരു വീട് പണിതു, അതിന് മതിലൊന്നുമില്ല, അതിൻ്റേതായിട്ടുള്ള കുറവുകൾ, പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. തോന്നുന്ന ആളുകളും തോന്നുന്ന ജീവികളും ഒക്കെ കയറി വരും, ബെല്ലടിക്കും തുടങ്ങിയ പ്രശ്നങ്ങൾ. എന്നാൽ നിങ്ങൾ വീട് പണിതു, അതിന് മനോഹരമായിട്ടുള്ള ഒരു മതിൽ കൂടി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആവശ്യമുള്ള ആളുകൾ മാത്രമേ അവിടേക്ക് പ്രവേശിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മനസ്സ്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഒരു ബൗണ്ടറി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു റെസ്പെക്റ്റ് അവിടെ ബിൽഡ് ചെയ്യുകയാണ്. വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ കയറി വന്ന് പോകാനുള്ളൊരു സ്ഥലമാകുന്നില്ല നമ്മുടെ ജീവിതം. ആവശ്യമുള്ളവർ മാത്രം നമ്മുടെ അടുത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. കാരണം സബ് കോൺഷ്യസ് ലെവലിൽ ആൾക്കാർ തിരിച്ചറിയുകയാണ് ഈ വ്യക്തി അയാൾക്ക് തന്നെ ഒരു വില കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ഇങ്ങനെ ആളുകൾ തിരിച്ചറിയുന്നത് നിങ്ങൾ ഇല്ല എന്ന് പറയുന്ന നിമിഷത്തിലാണ്. ഇല്ല എന്ന് പറയാൻ കഴിയുന്നതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന അവസ്ഥ തന്നെയാണ്. ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു നോ പലതരത്തിലുള്ള ഇമോഷണൽ കെയോസിനെയും ഇല്ലാതെയാക്കുന്നു എന്നുള്ളതാണ്. ഒന്നും പറയാത്തതിനേക്കാൾ നല്ലത് ക്ലിയർ ആയിട്ട് നോ പറയുന്നത് തന്നെയാണ്. ചില ആളുകൾ ചില ബന്ധങ്ങളിൽ, റിലേഷൻഷിപ്പുകളിൽ, പ്രണയാഭ്യർത്ഥനകളിൽ ഈ സമയത്തൊക്കെ മറ്റൊരാളുടെ സമയം കളയുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പ്രതീക്ഷ കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് ആദ്യം തന്നെ ക്ലിയർ ആയിട്ടൊരു നോ പറയുകയാണെങ്കിൽ ആ വ്യക്തികൾക്ക് അവരുടെ വഴികളിലൂടെ സഞ്ചരിക്കാമെന്നുള്ളതാണ്. ഈ സമയത്ത് നമ്മുടെ മനസ്സിലെ പിരിമുറുക്കം കുറയുകയാണ്. എന്താണ് എന്നെ ക്ഷീണിപ്പിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ടും സാധിക്കുകയാണ്. നോ പറയുന്നത് പഴയ പല പാറ്റേണുകളെയും തകർക്കുകയാണ്. ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങൾ, പഴയതായിട്ടുള്ള അഡിക്ഷൻസ്, പല കാര്യങ്ങളെയും മാറ്റിമറിക്കുകയാണ്. പഴയ ശീലങ്ങൾ അല്ലെങ്കിൽ സ്വയം നശിപ്പിക്കുന്നതായിട്ടുള്ള പ്രവണതകൾ, ഇതിൽ നിന്നൊക്കെ നമുക്ക് മറികടക്കാനായിട്ട് നമ്മളോട് തന്നെയും മറ്റുള്ളവരോടും നോ പറയുന്നത് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഒരൊറ്റ തവണ ഇല്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ ചില അഡിക്ഷൻസ്, ചില ടോക്സിക് ബന്ധങ്ങൾ, അൺവാണ്ടഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് മാറിപ്പോവുകയാണ്. നമ്മളെ തന്നെ നശിപ്പിക്കുന്നതായിട്ടുള്ള പ്രവൃത്തികൾക്കെതിരെയുള്ള ഏറ്റവും നല്ല മരുന്നാണ് നോ പറയുക എന്നുള്ളത്. ചിലപ്പോൾ നമ്മളോട് തന്നെ നോ പറയുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരികയാണ്. അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ടല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം എന്ന് പറയുന്ന അതിൻ്റെതായിട്ടുള്ള ഒരു വഴി അതിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളെ ചൂഷണം ചെയ്യുന്ന വ്യക്തികൾ, എപ്പോഴും നമ്മളെ ഊറ്റുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾ, സുഹൃത്തെന്നവരെ പറയാൻ പറ്റില്ല, സുഹൃത്തിൻ്റെ രൂപത്തിൽ വരുന്നതായിട്ടുള്ള എനർജി വാമ്പേഴ്സ് തന്നെയാണ് അവർ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നൊക്കെ നമുക്ക് നോ പറയുമ്പം അകലം പ്രാപിക്കാനായിട്ട് സാധിക്കുകയാണ്. നിങ്ങൾക്കല്ലാത്തതായിട്ടുള്ള വഴികളിലേക്ക് നിങ്ങളെ തള്ളിവിടുന്നതായിട്ടുള്ള എല്ലാവിധ സമ്മർദ്ദങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം പ്രാപിക്കാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു പവർഫുൾ നോ എന്ന് പറയുന്നത് ഈസ് എ യെസ് ടു എ പവർഫുൾ ലൈഫ്. ഇറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു എ ബെറ്റർ ലൈഫ് എന്ന് പറയാനായിട്ട് സാധിക്കും. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേരെ വാതിലടയ്ക്കുന്ന സമയത്ത് തന്നെയാണ്. തീർച്ചയായിട്ടും നോ പറയേണ്ടടുത്ത് നമുക്ക് നോ പറയാനായിട്ട് സാധിക്കട്ടെ. അതുവഴി നമ്മുടെ കർമ്മത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. നമസ്തേ.